മാസ്റ്റർ കീ അക്കാഡമിയുടെ ഏറ്റവും പുതിയ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലിറ്റിക്കൽ കെമിസ്ട്രിയാണ്. നമ്മുടെ മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അനലിറ്റിക്കൽ കെമിസ്ട്രി. അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടേംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്പർ 1 thermogravimetry, number 2 gravimetric analysis, number 3 colorimetry. അപ്പോൾ 3 ടേംസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ടൈട്രിമെട്രിക് അനാലിസിസ്. ഓക്കെ, ഫസ്റ്റ് വൺ ടൈട്രിമെട്രിക് അനാലിസിസ്, നമ്പർ 2 ഗ്രാവിമെട്രിക് അനാലിസിസ് ആൻഡ് നമ്പർ 3 കളറിമെട്രിക് അനാലിസിസ്. ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഫസ്റ്റ് വൺ ടൈട്രിമെട്രിക് അനാലിസിസ്. അപ്പം ടൈട്രിമെട്രിക് എന്ന് കേൾക്കുമ്പോഴേ ടൈട്രേഷനാണ് നമ്മളുടെ മനസ്സിൽ വരേണ്ടത്. ടൈട്രേഷൻ എന്താണ്? ടൈട്രേഷൻ എന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ? +1 +2 എല്ലാം നമ്മൾ പ്രാക്ടിക്കൽ സെഷനിൽ ചെയ്തിട്ടുള്ള ഒന്നാണ് വോളിമെട്രിക് ടൈട്രേഷൻ എന്നൊക്കെ പറയുന്നത്. സോ ടൈട്രിമെട്രിക് അനാലിസിസിൽ ഏറ്റവും മെയിൻ ടേംസ് ആദ്യം നമ്മൾ പറയുന്നു. നമ്പർ 1 എന്താണ് ടൈട്രേഷൻ? ടൈട്രിമെട്രിക് അനാലിസിസ് എന്ന് കേൾക്കുമ്പോഴേ ടൈട്രേഷൻ റിലേറ്റഡ് ആണ്. സോ എന്താണ് ടൈട്രേഷൻ നോക്കാം. ഇറ്റ് ഈസ് എ പ്രോസസ് വെർ എ സൊല്യൂഷൻ ഓഫ് നോൺ സ്ട്രെങ്ത് ഈസ് ആഡഡ് ടു എ സർട്ടൻ വോളിയം ഓഫ് ട്രീറ്റഡ് സാമ്പിൾ കണ്ടെയ്നിങ് ആൻ ഇൻഡിക്കേറ്റർ. അതായത് പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? കോൺസെൻട്രേഷനെ ഡിറ്റർമൈൻ ചെയ്യാൻ. ഓക്കെ, ഒരു നോൺ കോൺസെൻട്രേഷനുള്ള ഒരാളും കാണും, അൺനോൺ കോൺസെൻട്രേഷനിലെ ഒരു സാമ്പിളും കാണും. സോ നോൺ സ്ട്രെങ്ത് ഉപയോഗിച്ചുകൊണ്ട് അൺനോൺ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു എക്സ്പെരിമെൻ്റൽ ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്? ടൈട്രേഷൻ. ടൈട്രേഷനിൽ നമ്മൾ മെയിൻലി ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ടൈട്രേഷൻ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് വെയർ എ സൊല്യൂഷൻ ഓഫ് നോൺ സ്ട്രെങ്ത് ഈസ് ആഡഡ് ടു എ സർട്ടൻ വോളിയം ഓഫ് treated sample containing an indicator. Okay, then next term it is titrant. എന്താണ് titrant? എന്താണ് titrant എന്ന് ചോദിച്ചാൽ a solution of non strength of concentration used in the titration. ടൈട്രേഷനിൽ നമ്മൾക്ക് അറിയാവുന്ന കോൺസെൻട്രേഷനുള്ള ആരെയാണോ എടുക്കുന്നത്, ഞാൻ പറഞ്ഞു ഒരാൾ നോണുമായിരിക്കും, അടുത്ത ആൾ അൺനോൺ, ആ അൺനോണിനെ കണ്ടുപിടിക്കുക എന്നാണ് ടൈട്രേഷൻ. സോ നോൺ കോൺസെൻട്രേഷൻ എടുക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ടൈട്രന്റ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, TITRANT ആണ് ടൈട്രന്റ്. ഓക്കെ, സോ നോൺ കോൺസെൻട്രേഷൻ ഉള്ള സാമ്പിളിനെ നമ്മൾ വിളിക്കുന്നു ടൈട്രന്റ്. തേർഡ് വൺ ഇറ്റ് ഈസ് ടൈട്രൻഡ്. അതായത് TITRAND ആണ് ടൈട്രൻഡ്. ഓക്കെ, സോ ടൈട്രൻഡ് എന്ന് പറഞ്ഞാൽ ദ ടൈട്രൻഡ് ഈസ് എനി സൊല്യൂഷൻ ടു വിച്ച് ദ ടൈട്രൻഡ് ഈസ് ആഡഡ് ആൻഡ് വിച്ച് കണ്ടെയ്ൻസ് ദ അയോൺസ് ഓർ സ്പീഷീസ് ബീങ് ഡിറ്റർമൈൻഡ്. ഇത്രയേ ഉള്ളൂ, ഏറ്റവും സിമ്പിളായിട്ട് പറയാം. ടൈട്രൻറ്റ് ടി നമ്മൾ പറഞ്ഞു നോൺ കോൺസെൻട്രേഷനിലുള്ള സൊല്യൂഷൻ അല്ലേ? അപ്പം ടൈട്രൻഡ് എന്തായിരിക്കും? യെസ്, the solution whose concentration to be determined. ആരുടെയാണോ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കേണ്ടത് ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടൈട്രൻഡ് ഡി. ഓക്കെ, സോ രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കുക. ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ടൈട്രൻഡ് ഏതാ, ടൈട്രൻഡ് ഏതാ. രണ്ടിൻ്റെയും ഒരെണ്ണത്തിന് ഡെഫിനേഷൻ തന്നിട്ട് അത് ടൈട്രൻഡ് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ടൈട്രൻഡും ഉണ്ടായിരുന്നു. ഓക്കെ, സോ 2 ടേം ആണ് പറഞ്ഞത്. നമ്പർ 1 ടൈട്രൻറ്റ്, ഒറ്റ വ്യത്യാസമുള്ളൂ, ലാസ്റ്റ് ലെറ്റർ മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. രണ്ടാമത് എന്താ പറഞ്ഞത്? ടൈട്രൻഡ്. ഓക്കെ, സോ ടി എന്ന് പറഞ്ഞാൽ എന്താ? നോൺ സ്ട്രെങ്ത്, നോൺ ആണ്. ഓക്കെ, എന്നാൽ ഡി എന്താണ്? അൺനോൺ സ്ട്രെങ്തിലുള്ള ആളാണ്. ഓക്കെ, ആരുടെയാണോ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കേണ്ടത് അയാളെ ടൈട്രൻറ്റ് എന്ന് പറയുന്നു. ആരുടെ കോൺസെൻട്രേഷൻ ആണെന്ന് നമുക്ക് അറിയാവുന്നത് അയാളെ എന്ത് വിളിക്കുന്നു? ടൈട്രൻറ്റ് എന്ന് വിളിക്കുന്നു. Okay, so first titration,
second titrant, third one titrant, next one titration curve. അപ്പോൾ ഇതെന്തിനാണ് ഈ ടേംസ് പറയുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ എക്സാമിന് ഡെഫിനിഷൻ തരും, എന്നിട്ട് അത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത വാക്കുകൾ ഓപ്ഷനിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് അനലിറ്റിക്കൽ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ടൈട്രോമെട്രിക് അനാലിസിസുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ടേംസും പറയുന്നത്. ഓക്കെ, സോ എന്താണ് ടൈട്രേഷൻ കർവ് എന്ന് നോക്കാം. എ പ്ലോട്ട് ഓഫ് pH versus ml of titrant showing the manner in which pH changes versus ml of titrant during an acid base titration. ഇത്രയേ ഉള്ളൂ. കർവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് എ ഗ്രാഫ് അല്ലേ, നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന അതാണ് കർവ്. സോ എന്ത് വേഴ്സ് എന്താണെന്നാണ് ഓർത്തിരിക്കേണ്ടത്. പ്രധാനമായിട്ടും ടൈട്രേഷൻ കർവ് എന്ന് പറഞ്ഞാൽ pH വേഴ്സ് ml ഓഫ് ടൈട്രന്റ് ആണ്. ഓക്കെ, pH വേഴ്സ് ml ഓഫ് ടൈട്രന്റ്. സോ ടൈട്രന്റ് ആഡ് ചെയ്യും തോറും pHന് എന്ത് വേരിയേഷൻ സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടിയുള്ള ഗ്രാഫിനെ വിളിക്കുന്ന പേരാണെന്ത്? ടൈട്രേഷൻ കർവ്. ഓക്കെ, സോ ടൈട്രേഷൻ എന്താണെന്ന് പറഞ്ഞു? ടൈട്രന്റ്, ടൈട്രന്റ് ആൻഡ് ടൈട്രേഷൻ കർവ്. ഫിഫ്ത്ത് വൺ ഇൻഡിക്കേറ്റർ. എന്താണ് ഇൻഡിക്കേറ്റർ? A substance or chemical that changes its color and acidic basic medium during titration. അതായത് ഇൻഡിക്കേറ്റർ പ്രത്യേകത, ഒരുപാട് ഇൻഡിക്കേറ്റർ നമ്മൾ ടൈട്രേഷനിൽ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് മീഥൈൽ, ഓറഞ്ച്, ഫിനോഫ്തലിനൊക്കെ. ഇതെല്ലാം ഇൻഡിക്കേറ്റേഴ്സാണ്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താ? ആസിഡ് ബേസ് ടൈട്രേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇൻഡിക്കേറ്ററിന് കളർ ചേഞ്ച് ഉണ്ടാകും, നിറവ്യത്യാസം ഉണ്ടാകും. ഏത് കളറിലാണോ അപ്പിയർ ചെയ്തത്, ബട്ട് അറ്റ് ദ എൻഡ് പോയിന്റ് എന്താണെന്ന് പറയാം, എൻഡ് പോയിന്റ് അല്ലെങ്കിൽ അവസാനം നമുക്ക് കളർ ചേഞ്ച് ആകുമ്പോഴാണ് മനസ്സിലാവുന്നത് റിയാക്ഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, അതാണ് ഇൻഡിക്കേറ്റർ. സോ ഇൻഡിക്കേറ്റർ എന്താണ്? എ സബ്സ്റ്റൻസ് ഓർ കെമിക്കൽ ദാറ്റ് ചേഞ്ചസ് ഇറ്റ്സ് കളർ ഇൻ ആസിഡിക് ആൻഡ് ബേസിക് മീഡിയം ഡ്യൂറിങ് ടൈട്രേഷൻ. ചില ഇൻഡിക്കേറ്റർ ആസിഡിക് മീഡിയത്തിൽ ഒരു കളറും ബേസിക് മീഡിയത്തിൽ മറ്റൊരു കളറും തരും. ഓക്കെ, സോ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. സോ 5 ടേംസ് പഠിച്ചു: ടൈട്രേഷൻ, ടൈട്രന്റ്, ടൈട്രന്റ്, ടൈട്രേഷൻ കർവ് ആൻഡ് ഇൻഡിക്കേറ്റർ. ഓക്കെ, തീർന്നിട്ടില്ല, നോക്കാം. നെക്സ്റ്റ് വൺ ഇക്വലന്റ് പോയിന്റ്. എന്താണ് ഇക്വലന്റ് പോയിന്റ്? എന്താണെന്ന് നോക്കാം. The point at which just adequate reagent is added to react completely with a substance. അതായത് ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞു ഇക്വലന്റ് പോയിന്റ് എത്തുമ്പോഴാണ് കളർ ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ എൻഡ് പോയിന്റ് എത്തുമ്പോഴാണ് കളർ ചേഞ്ച് വരുന്നതെന്ന് പറഞ്ഞു. ശരിയല്ലേ? അപ്പോൾ ഇക്വലന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത റിയേജന്റ് കംപ്ലീറ്റ്ലി ആ സബ്സ്റ്റൻസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇക്വലന്റ് പോയിന്റ്. ഓക്കെ, സോ ഇക്വലന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ പോയിന്റ് അറ്റ് വിച്ച് ജസ്റ്റ് അഡിക്വേറ്റ് റിയേജന്റ് ഈസ് ആഡഡ് ടു റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് ദ സബ്സ്റ്റൻസ്. ഓക്കെ, 6th ടൈം മനസ്സിലായല്ലോ. സോ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് 7th വൺ. ഇറ്റ് ഈസ് ബഫർ സൊല്യൂഷൻ. ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എ സൊല്യൂഷൻ ദാറ്റ് റെസിസ്റ്റ് ചേഞ്ചസ് ഇൻ pH even when a strong acid or base is added when it is dilute with water. ഇതിലും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പറയുന്നു. ബഫർ സൊല്യൂഷൻ എന്ന് കേൾക്കുമ്പോഴേ ബഫർ സൊല്യൂഷൻ എന്ന് കേൾക്കുമ്പോഴേ ഓർക്കുക, weak acid or base and its conjugated acid or base. ശ്രദ്ധിക്കുക, weak acid or weak base plus conjugate salt. ഓക്കെ, സോ ബഫർ സൊല്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ ആലോചിക്കുക, നമുക്ക് കിട്ടേണ്ടത് ഏതെങ്കിലും റിയാക്ഷൻ തമ്മിൽ റിയാക്ട് ചെയ്തു പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എ സൊല്യൂഷൻ ദാറ്റ് റെസിസ്റ്റ് ചേഞ്ചസ് ഇൻ pH ഈവൻ when a strong acid or base is added when it is dilute with water.
ബഫർ സൊല്യൂഷൻ എന്ന് പറയുമ്പോഴേ ഓർത്ത് വെച്ചിരുന്നാൽ മതി, ഒരു വീക്ക് ആസിഡും അതിൻ്റെ കോൺജുഗേറ്റഡ് ആയിട്ടുള്ള സോൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ ഇതിനെയാണ് ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ കോൺസെൻട്രേഷൻ ടേംസ് ആണ്. കോൺസെൻട്രേഷൻ ടേംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് കോൺസെൻട്രേഷൻ ടേംസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഓൾറെഡി നമ്മൾ +2 മുതലേ കോൺസെൻട്രേഷൻ ടേംസ് പഠിച്ചു വരുന്നുണ്ട്. സോ അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ടേംസ് ആണ്. 3 പേരെയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്പർ 1 മൊളാരിറ്റി. നമ്പർ 1 എന്താണ്? മൊളാരിറ്റി. ഇവിടെയും സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. നമ്മൾ തൊട്ട് മുമ്പ് ടൈട്രെൻറ്റും പറഞ്ഞു പോകും. ഇവിടെയും സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് മൊളാരിറ്റി. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും മൊളാരിറ്റി അല്ലെങ്കിൽ മൊളാലിറ്റി, നോർമാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും മോൾ ഫ്രാക്ഷനുകളെ എന്തെങ്കിലും ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് വൺ മൊളാരിറ്റി. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റേഴ്സ് ഓഫ് സൊല്യൂഷൻ. അതിൽ നമുക്ക് ഏറ്റവും നല്ല ഇക്വേഷൻ ആയിട്ട് അങ്ങ് പഠിക്കാം. സോ മൊളാരിറ്റി എന്ന് പറയുന്നത് number of moles of solute divided by എന്താണ്? liters of solution. That means volume of solution in liter. ഇക്വേഷൻ അങ്ങ് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും വരാൻ ചാൻസ് ഉണ്ട്. സോ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഓക്കെ, ഇനി എന്താണ് മൊളാലിറ്റി? ലിറ്റി പറഞ്ഞു. നെക്സ്റ്റ് വൺ എന്താണ്? ലിറ്റി. LITY. സോ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. എന്താണ്? ന്യൂമറേറ്റർ 2 ഇക്വേഷനും സെയിം ആണ്, പക്ഷെ ഡിനോമിനേറ്ററിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ന്യൂമറേറ്ററിൽ രണ്ടിടത്തും മൊളാരിറ്റി ആണെങ്കിലും മൊളാലിറ്റി ആണെങ്കിലും എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. ഓക്കെ, മൊളാരിറ്റി ആണെങ്കിൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഓക്കെ, ദെൻ മൊളാലിറ്റി ആണെങ്കിലോ ലിറ്റി LITY ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കിലോഗ്രാം ഓഫ് സോൾട്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം മാസ് ഓഫ് ദി സോൾവെന്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് ദി സോൾവെന്റ് ഇൻ കിലോഗ്രാം. അപ്പം നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മൊളാലിറ്റിയെ പറയാം. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. സോ യൂണിറ്റ് പറഞ്ഞിരിക്കണം. ഇൻ കിലോഗ്രാം ആണോ ഗ്രാം ആണോ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. സോ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ടേംസ് ആണ് മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. ഇക്വേഷൻ തിരിഞ്ഞു പോകരുത്, ഡെഫിനിഷൻ തിരിഞ്ഞു പോകരുത്. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് നോർമാലിറ്റി. എന്താണ് നോർമാലിറ്റി? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് gram or mole equivalents of a solute present in 1 liter of a solution. നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഗ്രാം ഓർ മോൾ ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട്. ന്യൂമറേറ്ററിൽ ഒരു ചെറിയ വ്യത്യാസം. നമ്പർ ഓഫ് gram or mole equivalents of a solute whole divided by എന്താണ്? 1 liter of solution അല്ലെങ്കിൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ 1 liter. ക്ലിയർ? ഇതാണ് എന്തെന്ന് പറയുന്നത് നോർമാലിറ്റി എന്ന് പറയുന്നത്. 3ൻ്റെയും ഡെഫിനിഷൻ ഓർ ഇക്വേഷൻ പഠിച്ചു വച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ലാസ്റ്റ് ടൈമാണ് അനലിറ്റിക്കൽ കെമിസ്ട്രിയിലെ ടൈട്രോമെട്രിക് അനാലിസിസുമായിട്ട് റിലേറ്റ് ചെയ്ത ലാസ്റ്റ് ടൈം ഇറ്റ് ഈസ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ഒരുപാട് ടൈംസ് ഉണ്ട്. അതിൽ തന്നെ നിങ്ങളുടെ എക്സാമിന് റിപ്പീറ്റായി ചോദിച്ചു കൊണ്ടുവരുന്ന ടൈംസ് മാത്രമാണ്. നമ്പർ 1 സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ.
സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എന്താണ്? വളരെ നല്ല സ്റ്റാൻഡേർഡ് എന്നുള്ളതല്ല. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ദാറ്റ് മീൻസ് എ സൊല്യൂഷൻ ഓഫ് നോൺ കോൺസെൻട്രേഷൻ ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് കമ്പയർ ചെയ്ത് പറയാറുണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ ഇൻറ്റേർണൽ എക്സാം നടക്കുകയാണെന്ന് വിചാരിക്കും. ഒരു കുട്ടികളുടെ ക്ലാസ്സിൽ ഇൻറ്റേർണൽ എക്സാം നടക്കുകയാണ്. അപ്പം ക്വസ്റ്റ്യൻ വളരെ ടഫായിരുന്നു, കുട്ടികൾക്കെല്ലാം കമ്പാരിറ്റീവ്ലി മാർക്ക് കുറവാണ്. ഓക്കെ, അപ്പം നമ്മൾ ഡയറക്റ്റ്ലി 10 കൺവേർട്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്കെല്ലാം വളരെ മാർക്ക് കുറവാണ്. അപ്പം പല കോളേജസും എടുക്കുന്ന ഒരു മെഷർമെൻ്റ് ആണ് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് വാങ്ങിച്ചൊരു കുട്ടിയുടെ പേപ്പർ എടുക്കും. ഓക്കെ, ദെൻ ആ മാർക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ളവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻ്റ് എടുക്കുമ്പോൾ നമ്മൾക്ക് കോൺസെൻട്രേഷൻ അറിയാവുന്ന ഒരു സൊല്യൂഷൻ എടുക്കും. ഓക്കെ, അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. അതുമായിട്ട് കമ്പയർ ചെയ്താണ് ബാക്കിയുള്ളവരുടെ കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എ സൊല്യൂഷൻ ഓഫ് നോൺ കോൺസെൻട്രേഷൻ വി ആർ ഫെമിലിയർ. ഓക്കെ, അങ്ങനെയുള്ള സൊല്യൂഷനെ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ ടൈട്രമെറ്റിക് അനാലിസിസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്പർ 1 ടൈട്രേഷൻ എന്താണെന്ന് പറഞ്ഞു, ടൈട്രെൻഡ് എന്താണെന്ന് പറഞ്ഞു, ടൈട്രെൻഡ് എന്താണെന്ന് പറഞ്ഞു, ടൈട്രേഷൻ കർവ്, ഇൻഡിക്കേറ്റർ, ഇക്വലൻസ് പോയിന്റ്, കോൺസെൻട്രേഷൻ ടേംസ്, ബഫർ സൊല്യൂഷൻ. കോൺസെൻട്രേഷൻ ടേംസിൽ നമ്മൾ പറഞ്ഞു മൊളാരിറ്റി, മൊളാലിറ്റി, നോർമാലിറ്റി. ആൻഡ് ദ ലാസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ഓക്കെ, ഇനി ഈ സ്റ്റാൻഡേർഡ് സൊല്യൂഷനെ തന്നെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്താണെന്ന് അറിയാം. എന്താണ്? എ സൊല്യൂഷൻ വിത്ത് നോൺ കോൺസെൻട്രേഷൻ. നമുക്ക് കോൺസെൻട്രേഷൻ അറിയാവുന്ന സൊല്യൂഷനാണ്. 2 തരത്തിലുള്ള സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ട്. നമ്പർ 1 പ്രൈമറി സ്റ്റാൻഡേർഡ്. ഒന്നെന്താണ്? പ്രൈമറി സ്റ്റാൻഡേർഡ്. നമ്പർ 2 സെക്കൻഡറി സ്റ്റാൻഡേർഡ്. നമ്പർ 1 എന്താണ്? പ്രൈമറി സ്റ്റാൻഡേർഡ്. നമ്പർ 2 സെക്കൻഡറി സ്റ്റാൻഡേർഡ്. എന്താണെന്ന് നോക്കാം. പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് സർട്ടൻ പ്രോപ്പർട്ടീസ്. അതിന് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ടല്ലോ പ്രൈമറി സെക്കൻഡറി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി സ്റ്റാൻഡേർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്പർ 1 എക്സ്ട്രീംലി പുവർ. എന്താണ്? എക്സ്ട്രീംലി പ്യുവർ ആണ്. നമ്പർ 2 ഹൈലി സ്റ്റേബിൾ ആണ്. എക്സ്ട്രീംലി പ്യുവർ ആണ്, ഹൈലി സ്റ്റേബിൾ ആണ്. ക്യാൻ ബി വെയ്ഡ് ഈസിലി. പ്രൈമറി സൊല്യൂഷൻ ആണെങ്കിൽ അവർ ഈസി ആയിട്ട് വെയ് ചെയ്യാം. ഓക്കെയാണോ? സംശയമില്ലല്ലോ. അപ്പോൾ ഏറ്റവും നല്ല കാര്യങ്ങളാണ് പ്രൈമറി സ്റ്റാൻഡേർഡിന്. എന്തൊക്കെയാ? നമ്പർ 1 എന്ന് പറയുന്നു പ്യുവർ ആണ്. നമ്പർ 2 ഹൈലി സ്റ്റേബിൾ ആണ്. നമ്പർ 3 വെയ്ഡ് ഈസിലി. ഓക്കെ, അപ്പോൾ സെക്കൻഡറി സ്റ്റാൻഡേർഡ് എന്തായിരിക്കും? സെക്കൻഡറി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ലെസ് പ്യുവർ ദാൻ പ്രൈമറി സ്റ്റാൻഡേർഡ്. പ്രൈമറി സ്റ്റാൻഡേർഡിനേക്കാൾ പ്യൂരിറ്റി അല്പം കുറവുള്ള ആളാണ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്. ലെസ് സ്റ്റേബിൾ ദാൻ പ്രൈമറി സ്റ്റാൻഡേർഡ്. പ്രൈമറി സ്റ്റാൻഡേർഡിനേക്കാളും എന്താ? സ്റ്റെബിലിറ്റിയും കുറവാണ്. ലാസ്റ്റ് വൺ കനോട്ട് ബി വെയ്ഡ് ഈസിലി. ഈസി ആയിട്ട് വെയ് ചെയ്യാൻ സാധിക്കത്തുമില്ല. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി സ്റ്റാൻഡേർഡ് ആൻഡ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതെന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 4 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 4 പോയിന്റ്സ്. ഹൈലി സ്റ്റേബിൾ, എക്സ്ട്രീംലി പ്യുവർ, ക്യാൻ ബി വെയ്ഡ് ഈസിലി, ലെസ് സ്റ്റേബിൾ എന്ന് പറഞ്ഞിങ്ങനെ 4 പോയിന്റ്സ് കൊടുത്തിട്ട് ചോദ്യം ഇതായിരുന്നു, ഇതിൽ പ്രൈമറി സ്റ്റാൻഡേർഡിൻ്റെ പ്രത്യേകത അല്ലാത്തത് ഏത്? ഒരു തവണ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി പറഞ്ഞത്. സോ പ്രൈമറി സ്റ്റാൻഡേർഡ് എക്സ്ട്രീംലി പ്യുവർ ആണ്, ഹൈലി സ്റ്റേബിൾ ആണ്, ക്യാൻ ബി വെയ്ഡ് ഈസിലി. സെക്കൻഡറി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ലെസ് പ്യുവർ ദാൻ പ്രൈമറി സ്റ്റാൻഡേർഡ് ആണ്, ലെസ് സ്റ്റേബിൾ ദാൻ പ്രൈമറി സ്റ്റാൻഡേർഡ് ആണ്, ആൻഡ് cannot be weighed easily. Okay, so these are the difference between primary standard and secondary standard. Clear? So next one it is principle of titration. അപ്പോൾ നമ്മൾ ഇനി എന്താണ് ടൈട്രേഷൻ, അതിൻ്റെ പ്രിൻസിപ്പിൾ, അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നു. നോക്കാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കംപ്ലീറ്റ് കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ
the analyte and the reagent of non-concentration. എന്താണ് ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ? ഒരു നോൺ കോൺസെൻട്രേഷൻ ഉപയോഗിച്ച് ഒരു അൺനോൺ കോൺസെൻട്രേഷനെ കണ്ടെത്തുന്നു. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കംപ്ലീറ്റ് കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആണ്? അനലൈറ്റും അതുപോലെ തന്നെ ടൈട്രൻറ്റും. എന്താണ് ടൈട്രൻറ്റ്? ഓർത്ത് നോക്കുക. what do you mean by titrant? T. എന്താ ടൈട്രൻറ്റ്? പറഞ്ഞോളുക. യെസ്, ടൈട്രൻറ്റ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ സബ്സ്റ്റൻസ് ഓർ സൊല്യൂഷൻ ഹൂസ് കോൺസെൻട്രേഷൻ ഈസ് നോൺ. അല്ലേ? അറിയാം, നമ്മൾക്കറിയാം. ഓക്കെ, ബട്ട് അനലൈറ്റ് എന്ന് പറയുന്നത് ആണ് ഇവിടെ നമ്മൾക്ക് കണ്ടെത്തേണ്ടത് ടൈട്രൻറ്റ് നെയിം. ഓക്കെ, സോ അനലൈറ്റും നമ്മൾക്ക് അറിയാവുന്ന കോൺസെൻട്രേഷനുള്ള ടൈട്രൻറ്റും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷനാണ്. മനസ്സിലായോ? ഇതാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ടൈട്രേഷൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അനലൈറ്റും ടൈട്രൻറ്റും കൂടി കെമിക്കലി റിയാക്ട് ചെയ്തൊരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. Okay, so this is the basic principle of titration. That means here analyte and the titrant reacted and to form product. Okay, so this is the principle of titration. അപ്പോൾ എന്താണ് ടൈട്രേഷൻ? ടൈട്രേഷൻ്റെ പ്രിൻസിപ്പിൾ മനസ്സിലായല്ലോ. അനലൈറ്റും ടൈട്രൻറ്റും തമ്മിൽ റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതാണ് പ്രിൻസിപ്പിൾ. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ടൈട്രേഷൻ. ടൈട്രേഷൻ തന്നെ ഒരുപാട് തരത്തിലുണ്ട്. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ടൈട്രേഷൻ ഉണ്ട്. നമ്പർ 1, ആസിഡ് ബേസ് ടൈട്രേഷൻ. അത് നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടൈമാണ് അല്ലേ? ആസിഡും ബേസും തമ്മിൽ ടൈട്രേറ്റ് ചെയ്യുക. നമ്പർ 2, കോംപ്ലെക്സോമെട്രിക് ടൈട്രേഷൻ. നമ്പർ 2 എന്താണ്? കോംപ്ലെക്സോമെട്രിക് ടൈട്രേഷൻ. നമ്പർ 3, റിഡോക്സ് ടൈട്രേഷൻ. നമ്പർ 4, പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ. ഓക്കെ, അപ്പോൾ ഈ 4 ടൈപ്പ് ടൈട്രേഷൻ്റെ പേര് മസ്റ്റായിട്ടും പഠിച്ചു വെച്ചിരിക്കും. 1, ആസിഡ് ബേസ് ടൈട്രേഷൻ. 2, കോംപ്ലെക്സോമെട്രിക് ടൈട്രേഷൻ. 3, റിഡോക്സ് ടൈട്രേഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ, പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ. ഇതിന് 4 പേരെക്കുറിച്ചും വളരെ മൈന്യൂട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഓരോന്നിനെക്കുറിച്ചും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ആസിഡ് ബേസ് ടൈട്രേഷനാണ്. പേര് പോലെ തന്നെയാണ് ആസിഡും ബേസും തമ്മിൽ ടൈട്രേറ്റ് ചെയ്യുക. ഓക്കെ, നോക്കാം. എ സാമ്പിൾ ഓഫ് അൺനോൺ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ഈസ് എസ്റ്റിമേറ്റഡ് വിത്ത് എ നോൺ കോൺസെൻട്രേറ്റഡ് ബേസ് ഓർ വൈസ് വേഴ്സ. അപ്പോൾ ആസിഡ് ബേസ് ടൈട്രേഷൻ ശ്രദ്ധിക്കുക. ആസിഡും ബേസും തമ്മിലാണ് എന്ത് ടൈട്രേറ്റ് ചെയ്യാൻ പോകുന്നത്? ആസിഡ് ബേസ് ടൈട്രേഷൻ. ഓക്കെ, ഒന്നുകിൽ ആസിഡിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ അറിയാം. ഓക്കെ, ബേസിൻ്റെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതർവൈസ് അല്ല എങ്കിൽ ബേസിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയാം, ആസിഡിൻ്റെ അത് വെച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് എന്തിൽ നടക്കുന്നത്? ആസിഡ് ബേസ് ടൈട്രേഷൻ നടക്കുന്നത്. ഒന്നുകിൽ ആസിഡിൻ്റെ സ്ട്രെങ്ത് അറിയാം, അത് വെച്ച് ബേസിൻ്റെ കണ്ടുപിടിക്കുന്നു. അല്ലെങ്കിൽ ബേസിൻ്റെ അറിയാം, അത് വെച്ച് ആസിഡിനെ കണ്ടുപിടിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ആസിഡ് പ്ലസ് ബേസ്. നമുക്കറിയാം ആസിഡും ബേസും തമ്മിൽ കൂടിച്ചേർന്നാൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ആയിരിക്കും ഉണ്ടാകുന്നത്? ഒരു ആസിഡും ഒരു ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുകയാണ്. ഒരു ആസിഡും ഒരു ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ ഒബ്വിയസ്ലി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2 ആളുകളാണ്. ആരൊക്കെയാണ്? വാട്ടറും ഉണ്ടാകും, ഒരു സോൾട്ടും ഉണ്ടാകും. വാട്ടറും ഉണ്ടാകും, എന്തും ഉണ്ടാകും? സോൾട്ടും ഉണ്ടാകും. എപ്പോഴും, മോസ്റ്റ് ഓഫ് ദ കേസസ് എപ്പോഴും ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ ഒരു സോൾട്ട് ഉണ്ടാകും, വാട്ടറും ഉണ്ടാകും. എക്സാമ്പിൾ, HCl. HCl എന്താണ്? ആസിഡാണോ ബേസ് ആണോ? യെസ്, ആസിഡാണ്. സോ HCl എന്ന് പറയുന്ന ഒരു ആസിഡ് പ്ലസ് NaOH എന്താണ്? ബേസ് ആണ്. സോ HCl എന്ന് പറയുന്ന ആസിഡും
NaOH എന്ന് പറയുന്ന ബേസും കൂടെ റിയാക്ട് ചെയ്ത് ഉണ്ടായ പ്രൊഡക്റ്റ് എന്താണ്? NaCl. ഇറ്റ് ഈസ് എ സോൾട്ട്, സോഡിയം ക്ലോറൈഡ് പ്ലസ് വാട്ടർ. ഈ രണ്ട് പ്രൊഡക്ട്സ് ആണ് ഉണ്ടായത്. അപ്പോൾ ആസിഡ് ബേസ് ടൈട്രേഷനും അതിനൊരു എക്സാമ്പിളും പറയാൻ അറിയാലോ. സോ ആസിഡ് ബേസ് ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ ആസിഡിൻ്റെ നോൺ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അത് വെച്ച് അൺനോൺ കോൺസെൻട്രേഷൻ ഓഫ് ബേസ് കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ബേസിൻ്റെ നോൺ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അത് വെച്ച് അൺനോൺ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് കണ്ടെത്തും. സോ ദിസ് ഈസ് ആസിഡ് ബേസ് ടൈട്രേഷൻ. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ടൈട്രമെട്രിക് കർവ് ആൻഡ് ടൈപ്സ് ഓഫ് ആസിഡ് ബേസ് ടൈട്രേഷൻ. അപ്പോൾ കർവ് എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 4 ടൈപ്പ് ഗ്രാഫുകൾ തരും. അതിൽ ടൈട്രമെട്രിക് റിലേറ്റഡ് അല്ലാത്ത ഗ്രാഫ് ഏതെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ 4 തരത്തിലുള്ള ഗ്രാഫിനെ ഞാൻ പരിചയപ്പെടുത്താം. സോ ടൈട്രമെട്രിക് കർവ് ആൻഡ് ടൈപ്സ് ഓഫ് ആസിഡ് ബേസ് ടൈട്രേഷൻ. Titration curve. A titration curve is a graph of pH as a function of the amount of titrant. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞതാ ടൈട്രേഷൻ കർവ് എന്താണെന്ന് അല്ലേ? എന്താ pHഉം ml ഓഫ് ദി ടൈട്രൻറ്റും ആണ് എന്തിനകത്ത് വരുന്നത്? ടൈട്രേഷൻ കർവിനകത്ത് വരുന്നത്. ഓക്കെ, സോ പ്രധാനമായിട്ടും 4 ടൈപ്പ് ഗ്രാഫുകളാണ് ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ടൈട്രേഷൻ ബിറ്റ്വീൻ, ശ്രദ്ധിക്കുക, ഒന്ന് titration between strong acid and strong base. Strong acidum ഒരു strong baseും തമ്മിൽ ടൈട്രേറ്റ് ചെയ്താൽ എങ്ങനെയാണ് ടൈട്രേഷൻ കർവ് കിട്ടുക? സ്ട്രോങ് ആസിഡിൻ്റെ ഒരു എക്സാമ്പിൾ തൊട്ടുമുമ്പ് പറഞ്ഞു, ഏതാ? HCl. സ്ട്രോങ് ബേസിൻ്റെ ഒരു എക്സാമ്പിൾ തൊട്ടുമുമ്പ് പറഞ്ഞു, ഏതാ? NaOH. ഓക്കെ, ഒരു സ്ട്രോങ് ആസിഡാണ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഒരു സ്ട്രോങ് ബേസ് ആണ് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, സോ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും തമ്മിൽ ടൈട്രേറ്റ് ചെയ്തപ്പോൾ, ആസിഡ് ബേസ് ടൈട്രേഷൻ നടത്തിയപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ ഗ്രാഫിൽ എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. വൈ ആക്സിസിൽ pH ആൻഡ് എക്സ് ആക്സിസിൽ വോള്യൂം ഓഫ് ആൽക്കലി ആഡഡ്. ഓക്കെ, സോ ഒരു സ്ട്രോങ് ആസിഡും ഒരു സ്ട്രോങ് ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാഫ് കിട്ടുന്നത് ഏകദേശം ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ടൈട്രേഷൻ കർവ് കിട്ടുന്നത്. ഓക്കെ, ഇനി അറിയാം എന്താ? ഒരു സ്ട്രോങ് ആസിഡും ഒരു വീക്ക് ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ, ഒരു സ്ട്രോങ് ആസിഡും ഒരു വീക്ക് ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ നമ്മുടെ ഗ്രാഫ് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മുടെ ഗ്രാഫ് ഏകദേശം ഇതേപോലൊക്കെ തന്നെ കിട്ടും. ഇങ്ങനെയാണ് എന്ത് കിട്ടുന്നത്? ഗ്രാഫ് കിട്ടുന്നത്. Then next one, it is a weak acid and a strong base. Weak acid and a strong base. ഒരു വീക്ക് ആസിഡും ഒരു സ്ട്രോങ് ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടൈട്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രാഫ് കുറച്ചുകൂടി മുകളിലായിട്ടാണ്. ഇങ്ങനെയാണ് സാധാരണ കിട്ടാറുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് വൺ എന്താണ്? വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. വീക്ക് ആസിഡും വീക്ക് ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഗ്രാഫ് അല്പം വ്യത്യസ്തമായിട്ടാണ് കിട്ടുന്നത്. ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ 4 ഡിഫറെൻറ്റ് ടൈട്രേഷൻ കർവ്. pH വേഴ്സ് ml ഓഫ് ടൈട്രൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ 4 ഗ്രാഫുകൾ വളരെ ഫെമിലിയർ ആയിരിക്കണം. നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതായിരുന്നു, വീക്ക് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും ഗ്രാഫ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഇതായിരുന്നു ചോദ്യം. ഈ 4 ഗ്രാഫും തന്നെ ആയിരുന്നു തന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ എക്സാമിന് ഈ 4 ഗ്രാഫ് അങ്ങനെ തന്നെയായിരുന്നു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അതിൽ ചോദ്യം വീക്ക് ആസിഡിൻ്റെയും വീക്ക് ബേസും ആസിഡ് ബേസ് ടൈട്രേഷൻ ചെയ്യുമ്പോൾ pH വേഴ്സ് ടൈട്രൻറ്റ് തമ്മിലുള്ള ഗ്രാഫ് എങ്ങനെയാണ് ചിത്രീകരിക്കുന്നതെന്നായിരുന്നു. സോ വീക്ക് ആസിഡും വീക്ക് ബേസും വരുമ്പോൾ ഗ്രാഫ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഗ്രാഫ് കിട്ടുക.
ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് ടൈട്രേഷൻ കർവ്. അപ്പോൾ നമ്മൾ ടൈട്രോമെട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈംസ് പഠിച്ചു. ടൈട്രൻഡ്, ടൈട്രേഷൻ, ടൈട്രേഷൻ കർവ്, ഇൻഡിക്കേറ്റർ, ഇക്വലന്റ് പോയിന്റ്സ്, ബഫർ സൊല്യൂഷൻ. ബഫർ സൊല്യൂഷൻ എന്താണ്? ബഫർ സൊല്യൂഷൻ പഠിക്കുക. ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വീക്ക് ആസിഡ്, അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസ്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം വീക്ക് ബേസ് ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ് ആസിഡ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അതാണ് ബഫർ സൊല്യൂഷൻ. നെക്സ്റ്റ് വൺ നമ്മൾ അവിടെ പഠിച്ചു, ഇക്വലൻസ് പോയിന്റ്, ബഫർ സൊല്യൂഷൻ, സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, അല്ലേ? പിന്നെ അവിടെ കുറച്ച് കോൺസെൻട്രേഷൻ ടൈംസ്, മൊളാലിറ്റി ആൻഡ് നോർമാലിറ്റി. ദെൻ പ്രൈമറി സ്റ്റാൻഡേർഡ്, സെക്കൻഡറി സ്റ്റാൻഡേർഡ്, ഡിഫറൻസ് ആൻഡ് ടൈട്രേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ടൈട്രേഷൻ, അതിൽ ആസിഡ് ബേസ് ടൈട്രേഷൻ്റെ പ്രിൻസിപ്പിൾ ആൻഡ് ദെയർ ടൈട്രേഷൻ കർവ്. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് വൺ, കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ. അപ്പോൾ ആദ്യത്തെ ടൈപ്സ് ഓഫ് ടൈട്രിമെട്രിക് അല്ലെങ്കിൽ ടൈട്രേഷൻ, ടൈട്രേഷൻ്റെ ടൈപ്സ് ആണ്. നമ്പർ 1 കഴിഞ്ഞു, ആസിഡ് ബേസ് ടൈട്രേഷൻ. നമ്പർ 2 പറയുന്നു, ആസിഡ് ബേസ് ടൈട്രേഷൻ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ബാക്കിയുള്ളത് പഠിക്കാനില്ല. നമ്പർ 2 ഇറ്റ് ഈസ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ. രണ്ടാമത്തെ എന്താണ്? കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ. നോക്കാം. As the name indicates, the end point is seen by formation of a complex molecule. Here, titrant and titrant react to form a complex till end point is reached. Once complex is formed, the complex is stable and no further reaction takes place. അതായത് ഇത്രയേ ഉള്ളൂ. കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് റിയാക്റ്റൻറ്റ്, അതായത് ടൈട്രൻറ്റും കൂടി റിയാക്ട് ചെയ്ത് ഒരു കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. പ്രൊഡക്റ്റായിട്ട് എന്താ ഫോം ചെയ്യുന്നത്? ഒരു കോംപ്ലക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ടൈട്രേഷനെ വിളിക്കുന്ന പേരാണെന്ത്? കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ. ഇവിടെ പറയുന്നു കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ എൻഡ് പോയിന്റിൽ എന്താ കാണുന്നത്? ബൈ ഫോർമേഷൻ ഓഫ് എ കോംപ്ലക്സ് മോളിക്യൂൾ. എൻഡ് പോയിന്റിൽ എന്തുണ്ടാകുന്നു? ഒരു കോംപ്ലക്സ് മോളിക്യൂൾ ഉണ്ടാകുന്നു. Here, titrant and a titrant react to form a complex till end point is reached. End point എത്താറാകുമ്പോൾ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഈ ഒരു കോംപ്ലക്സ് ഒരിക്കൽ ഉണ്ടായാൽ ഈ കോംപ്ലക്സ് സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു റിയാക്ഷൻ അത് പോകില്ല. ഓക്കെ, സോ ടൈട്രൻറ്റും തമ്മിൽ റിയാക്ട് ചെയ്ത് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് എൻഡ് പോയിന്റ്. സോ ആ കോംപ്ലക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കോംപ്ലക്സ് വെരി സ്റ്റേബിൾ. ഫർദർ റിയാക്ഷൻ അവിടെ നടക്കത്തില്ല. ഒരു എക്സാമ്പിളാണ്, ഒരു സിമ്പിൾ എക്സാമ്പിളാണ് കാൽഷ്യം EDTA. EDTA എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുമ്പോൾ എഥിലീൻ ഡയമീൻ ടെട്രാസ് അസറ്റിക് ആസിഡ്. EDTA, എഥിലീൻ ഡയമീൻ ടെട്രാസെറ്റിക് ആസിഡ്. ഇതാണ് എഥിലീൻ ഡയമീൻ ടെട്രാസെറ്റിക് ആസിഡ് ആണ് എന്ത്? EDTA എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഫുൾ ഫോം ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ EDTA എന്ന് പറഞ്ഞാൽ എഥിലീൻ ഡയമീൻ ടെട്രാസെറ്റിക് ആസിഡ്. സോ ഇത് ഫോം ചെയ്ത് എന്താണ്? ഒരു കോംപ്ലക്സ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, കാൽഷ്യോ EDTA ചേർന്ന് ഒരു കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. സോ ദിസ് ഈസ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ. ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് ടൈട്രേഷൻ ആണ്. നമ്പർ 1 പറഞ്ഞു, ഇറ്റ് ഈസ് ആസിഡ് ബേസ് ടൈട്രേഷൻ. നമ്പർ 2 കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ. ഓക്കെ, നമ്പർ 3 നോക്കാം, റിഡോക്സ് ടൈട്രേഷൻ. എന്താണ് മൂന്നാമത്തെ? എന്താണ്? റിഡോക്സ് ടൈട്രേഷൻ. അപ്പോൾ റിഡോക്സ്, ആ പേര് കേൾക്കുക. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? റിഡോക്സ് ഒന്ന് രണ്ടിനെയും ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. റെഡ് ആൻഡ് ഓക്സ്, റിഡോക്സ്. ദാറ്റ് മീൻസ് റിഡക്ഷനും നടക്കും, ബാക്കി അപ്പം നിങ്ങൾ പറയും അല്ലേ, ബാക്കി എന്താ? ഓക്സിഡേഷനും നടക്കും. ഒരു റിയാക്ഷനിൽ റിഡക്ഷനും ഓക്സിഡേഷനും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. ഹിയർ റിഡോക്സ് ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ റിഡോക്സ് ടൈട്രേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ റിഡോക്സ് റിയാക്ഷൻ
റിഡോക്സ് റിയാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൈട്രേഷൻ ആണെന്ത് റിഡോക്സ് ടൈട്രേഷൻ. അതായത് ഓക്സിഡേഷൻ റിഡക്ഷൻ ബിറ്റ്വീൻ അനലൈറ്റ് ആൻഡ് ടൈട്രൻറ്റ്. അനലൈറ്റും ടൈട്രൻറ്റും തമ്മിൽ റിയാക്ട് ചെയ്ത് റിഡക്ഷനും നടക്കും, ഒപ്പം ഓക്സിഡേഷനും നടക്കും. ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. എക്സാമ്പിൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. 6Fe2 plus 14H plus Cr2O7 minus gives 6Fe3 plus 2Cr3 plus 7H2O. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കുക. ജസ്റ്റ് ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ഓക്സിഡേഷനും നടക്കുന്നുണ്ട്, എന്ത് നടക്കുന്നുണ്ട്? റിഡക്ഷനും നടക്കുന്നുണ്ട് എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്സിഡേഷനും നടക്കുന്നുണ്ട്. അതിൻ്റെ നമ്പർ നോക്കുമ്പോൾ മനസ്സിലാവും. Fe3+ എന്തായിട്ട് മാറും? Fe2+ എന്തായിട്ട് മാറി? Fe3+ ആയിട്ട് മാറി. Fe3+ ആകുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? 2+ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോണുകളെ ഓൾറെഡി വിട്ടുകൊടുത്ത് 2 പോസിറ്റീവ് നേടി. അത് 3+ ആയെന്ന് പറഞ്ഞപ്പോഴോ 1 ഇലക്ട്രോണും കൂടി വിട്ടുകൊടുത്തു. ദാറ്റ് മീൻസ് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്, റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, സോ ഇങ്ങനെ ഓക്സിഡേഷനും റിഡക്ഷനും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന റിയാക്ഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ടൈട്രേഷൻ ആണ് എന്ത്? റിഡോക്സ് ടൈട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്പർ 1 ആസിഡ് ബേസ് ടൈട്രേഷൻ, നമ്പർ 2 കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ, നമ്പർ 3 റിഡോക്സ് ടൈട്രേഷൻ, ആൻഡ് ദ ലാസ്റ്റ് വൺ precipitation titration. അവസാനത്തെ എന്താണ്? precipitation titration. എന്താണ് precipitation titration എന്ന് നോക്കാം. The titrations which are based on the formation of insoluble precipitates when the solution of two reacting substances are brought in contact with each other are called a precipitation reaction. അതായത് ടൈട്രേഷൻ ആണ്, പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ആദ്യം ആസിഡ് ബേസിൽ പറഞ്ഞു രണ്ടും റിയാക്ട് ചെയ്യുന്ന എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നു. കോംപ്ലക്സോമെട്രിക് ടൈട്രേഷനിൽ പറഞ്ഞു എൻഡ് പോയിന്റ് എത്താറാകുമ്പോൾ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, അല്ലേ? മൂന്നാമത് എന്ത് പറഞ്ഞു? റിഡോക്സ് ടൈട്രേഷൻ പറഞ്ഞു. ദാറ്റ് മീൻസ് റിഡക്ഷനും ഓക്സിഡേഷനും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നു. ഇവിടെ എന്താണ്? പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ ടൈട്രേഷൻ വിച്ച് ആർ ബേസ്ഡ് ഓൺ ദി ഫോർമേഷൻ ഓഫ് ഇൻസോലുബിൾ പ്രസിപ്പിറ്റേറ്റ്. സോലുബിൾ ആയി കഴിഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കംപ്ലീറ്റ്ലി സോലുബിൾ ആണെങ്കിൽ, അല്ലേ? ഇൻസോലുബിൾ ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായിരിക്കണം. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ടൈട്രേഷൻ ആണ് എന്ത്? പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ. When the solutions of two reacting substances are brought in contact with each other are called a precipitation titration. അപ്പം ഇത്രയേ ഉള്ളൂ. രണ്ട് സൊല്യൂഷൻ തമ്മിൽ റിയാക്ട് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ അനലൈറ്റും ടൈട്രൻറ്റും അല്ലെങ്കിൽ ടൈട്രൻറ്റും തമ്മിൽ റിയാക്ട് ചെയ്യിക്കുമ്പോൾ ഇൻസോലുബിൾ ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ടൈട്രേഷൻ ആണ് എന്ത്? പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ. എക്സാമ്പിൾ Ag പ്ലസ്, Ag എന്ന് പറയുന്നത് അക്വസ് ആണ്, പ്ലസ് ക്ലോറിൻ മൈനസ് അക്വസ് ഗീവ്സ് AgCl, സോളിഡ് ആണ്. ഓക്കെ, സോ സിൽവർ ക്ലോറൈഡ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ഒരു പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷന് എക്സാമ്പിൾ. ഓക്കെ ആണല്ലോ. അപ്പം ടൈട്രേഷൻ എത്ര തരത്തിലാണ്? 4 തരത്തിലുള്ള ടൈട്രേഷൻ ഉണ്ട്. നമ്പർ 1 ആസിഡ് ബേസ് ടൈട്രേഷൻ, നമ്പർ 2 കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ, നമ്പർ 3 റിഡോക്സ് ടൈട്രേഷൻ, നമ്പർ 4 പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ. ഓക്കെ, ഈ 4 ടൈട്രേഷൻ്റെ പേര് മസ്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ജസ്റ്റ് എന്താണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ. അപ്പം 4 തരത്തിലുള്ള ടൈട്രേഷൻ കഴിഞ്ഞു. ഓക്കെ, സോ ടൈട്രേഷനിൽ ടൈട്രിമെട്രിക് ടൈട്രേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 4 ടേംസ് പറഞ്ഞു. അതിൽ പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ്റെ മെത്തേഡ്സ് ആണ് പറയുന്നത്. പ്രസിപ്പിറ്റേഷൻ 4ാമത്തെ മെത്തേഡായിരുന്നു, അല്ലെങ്കിൽ 4ാമത്തെ ടൈട്രേഷൻ ടൈപ്പ് ആയിരുന്നു പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മെത്തേഡ്സ് ആണ്. ഒന്ന് മോർസ് മെത്തേഡ്. ഒന്നെന്താണ്? മോർസ് മെത്തേഡ്. ഇറ്റ് ഇൻവോൾവ് ഫോർമേഷൻ ഓഫ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ് ആൻഡ് ദ എൻഡ് പോയിന്റ്. അപ്പോൾ എനിവേ എല്ലാ ടൈട്രേഷനിലും എൻഡ് പോയിന്റിൽ എന്താ കിട്ടുന്നത്? ഇൻസോലുബിൾ ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്, അല്ലേ? പക്ഷെ അത് തന്നെ ഇൻസോലുബിൾ ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് തന്നെ പലതരത്തിലുള്ള പ്രസിപ്പിറ്റേറ്റ് കിട്ടാം. ഇപ്പോൾ മോർസ് മെത്തേഡ് വഴിയാണ് നമ്മൾ ടൈട്രേഷൻ ചെയ്യുന്നതെങ്കിൽ അതെന്ന് പറയുന്നത് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കളറായിരിക്കും.
കളേർഡ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും എൻഡ് പോയിന്റിൽ കിട്ടുന്നത്. ഏത് മെത്തേഡാണ്? മോർസ് മെത്തേഡ്. രണ്ടാമത്തത് വോൾഹാർട്ട്സ് മെത്തേഡ് ഉണ്ട്. വോൾഹാർട്ട്സ് മെത്തേഡ്. വോൾഹാർട്ട്സ് മെത്തേഡ്സ് പറയുകയാണെങ്കിൽ ഇറ്റ് ഇൻവോൾവ്സ് എ ഫോർമേഷൻ ഓഫ് സോലുബിൾ കളേർഡ് കോംപ്ലക്സ് അറ്റ് ദ എൻഡ് പോയിന്റ്. എന്താ? കളേർഡ് കോംപ്ലക്സ് ഉണ്ടാവും, പക്ഷേ അത് സോലുബിൾ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? വോൾഹാർട്ട്സ് മെത്തേഡിൽ എൻഡ് പോയിന്റിൽ കളേർഡ് ആയിട്ടുള്ള സോലുബിൾ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. സിമ്പിൾ കോംപ്ലക്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫജാൻസ് മെത്തേഡ്. 3 മെത്തേഡ്സ് ആണ്. നമ്പർ 1 പറഞ്ഞു മോർസ് മെത്തേഡ്. നമ്പർ 2 വോൾഹാർട്ട്സ് മെത്തേഡ്. നമ്പർ 3 ഫജാൻസ് മെത്തേഡ്. അപ്പോൾ നമ്പർ 1 വോൾസ് മെത്തേഡ്, മോർസ് മെത്തേഡ് നമ്മൾ പറഞ്ഞു കളേർഡ് പ്രസിപ്പിറ്റേറ്റ്. നമ്പർ 2 വോൾഹാർട്ട്സ് മെത്തേഡ് പറഞ്ഞു കളേർഡ് കോംപ്ലക്സ് ബട്ട് സോലുബിൾ. മൂന്നാമത്തെ ഫജാൻസ് മെത്തേഡ് പറയുന്നു ഇറ്റ് ഇൻവോൾവ്സ് അഡ്സോർപ്ഷൻ ഓഫ് എ കളേർഡ് ഇൻഡിക്കേറ്റർ ഓൺ ദ പ്രസിപ്പിറ്റേറ്റ് ആൻഡ് ദ എൻഡ് പോയിന്റ്. എന്താണ്? അഡ്സോർപ്ഷൻ ഓഫ് എ കളേർഡ് ഇൻഡിക്കേറ്റർ ഓൺ ദി പ്രസിപ്പിറ്റേറ്റ് ആൻഡ് ദ എൻഡ് പോയിന്റ്. അതായത് ആ പ്രസിപ്പിറ്റേറ്റിൽ എന്ത് സംഭവിക്കും? അഡ്സോർപ്ഷൻ സംഭവിക്കും. എന്താ അഡ്സോർപ്ഷൻ എന്ന് അറിയാമോ? അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ ഉണ്ട്, അബ്സോർപ്ഷൻ ഉണ്ട്. അബ്സോർപ്ഷൻ എന്താണെന്ന് അറിയാൻ ആഗിരണം ചെയ്യുക. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സം മോളിക്യൂൾസ് ആർ അറ്റാച്ച്ഡ്, അല്ലെങ്കിൽ സം ഗ്യാസ് മോളിക്യൂൾസ് ആർ അറ്റാച്ച്ഡ് ഓൺ ദി സർഫസ് ഓഫ് ദ മെറ്റൽ, അല്ലെങ്കിൽ സർഫസ്. ഇറ്റ് ഈസ് നോൺ ആസ് അഡ്സോർപ്ഷൻ. അതായത് അഡ്സോർബ് ചെയ്തിരിക്കുക, പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് പ്രസിപ്പിറ്റേറ്റും കൊളോയിഡ്സും ഒക്കെ നമ്മൾ പറഞ്ഞ സർഫസ് ടെൻഷനിൽ വളരെ വിശദമായിട്ട് എന്താണ് അഡ്സോർപ്ഷൻ എന്നും അഡ്സോർബെൻറ്റും അഡ്സോർബേറ്റും ഒക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്. ഓക്കെ, സോ എനിവേ അഡ്സോർബ് ചെയ്തിരിക്കുന്നതാണ് ഏത്? ഫജാൻസ് മെത്തേഡിൽ പറയുന്നത്. ഇത് 3ഉമാണ് പ്രസിപ്പിറ്റേഷൻ മെത്തേഡ്സിൽ പറയുന്നത്. ഓക്കെ, സോ ഇൻ ലാസ്റ്റ് വൺ ടൈട്രേഷൻ്റെ അല്ലെങ്കിൽ ടൈട്രമെറ്റിക് അനാലിസിസിൻ്റെ യൂസ് ആണ്. Titration is a widely applied analytical technique. Some areas where titration is used are given below. ഏതൊക്കെയാണോ ടൈട്രേഷൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്? അഗ്രികൾച്ചർ, ഓയിൽ ഇൻഡസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽസ്, ഫുഡ് ഇൻഡസ്ട്രി. ഇവിടെ എല്ലാം എന്ത് ഉപയോഗിക്കാറുണ്ട്? എന്താണ്? നമ്മുടെ ടൈട്രമെട്രിക് അനാലിസിസ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ ടൈട്രമെട്രിക് അനാലിസിസിൻ്റെ യൂസസ് ആണ് അഗ്രികൾച്ചർ, ഓയിൽ ഇൻഡസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ഫുഡ് ഇൻഡസ്ട്രി. ഇവിടെ എല്ലാം നമ്മൾ പലതരത്തിലുള്ള ടൈട്രേഷൻസ് ഉപയോഗിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് തോന്നാം എന്താണ് അഗ്രികൾച്ചറിൽ, കൃഷിയിൽ എന്താണ് എന്നൊക്കെ തോന്നാം അല്ലേ? അപ്പം കൃഷിയിൽ ഉപയോഗിക്കുന്ന പല ഫോർ എക്സാമ്പിൾ ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഇതിൻ്റെ എല്ലാം പല മെഷർമെൻറ്റുകളും കണ്ടുപിടിക്കുന്നത് എന്താ? ടൈട്രേഷൻ വഴിയൊക്കെയാണ്. അപ്പോൾ അതേപോലെ ഓയിൽ ഇൻഡസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ, ഫുഡ് ഇൻഡസ്ട്രിയിലെല്ലാം പലയിടത്തും എന്തുപയോഗിക്കാറുണ്ട്? ടൈട്രമെട്രിക് അനാലിസിസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇതാണ് എന്തെന്ന് പറയുന്നത് ടൈട്രമെട്രിക് അനാലിസിസ്. ഫസ്റ്റ് അനാലിറ്റിക്കൽ കെമിസ്ട്രിയിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ടൈട്രമെട്രിക് അനാലിസിസ്. ഇറ്റ്സ് ഓവർ.